കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പദ്ധതി വളരെ അവർണ്ണനീയമായ കാര്യമാണ്, അഗോചരമാണ്, അപ്രമേയമെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ. അത്രയ്ക്കും ആഴമാണ് മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചുവെങ്കിലും ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നത്തേതിലാണ് റീക്രിയേഷൻ. ഇന്ന് കാണുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ റീക്രിയേറ്റഡ് ആണ്, പുനർസൃഷ്ടിയായിട്ട് വെളിപ്പെട്ടതാണ്. അതിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, ആദാമിനെ സൃഷ്ടിച്ച് അതിലാക്കിയത്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു വാചകമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നിമിഷങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിങ്ങനെയാണ്, സ്തോത്രം. അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, മനുഷ്യരായ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? ഈ പറയുന്ന ആകാശത്തിലെ പറവജാതിയിന്മേൽ, ഭൂമിയിൽ ഇഴയുന്ന ഇഴജന്തുവിൻ്റെ മേൽ, സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്രം. സർവ്വഭൂമിയിലുമുള്ള അവസ്ഥകളുടെ മേൽ വാഴുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിപ്പാനിട വന്നത് അല്ലേ. എന്തുവാ എൻ്റെ അർത്ഥം? ഒരു വാഴുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. എന്തുവാ ഈ വാഴുക എന്ന് പറയുന്നത്? ഈ വാഴുക എന്നുള്ള വാക്ക് കണക്ട് ചെയ്യുന്ന രാജാവിനോട് ബന്ധപ്പെട്ടാണ് അല്ലേ. രാജാക്കന്മാരുടെ കാലഘട്ടത്താണ് നമ്മൾ പറയുന്നത്, ഇത്ര കാലം രാജാവ് വാണു എന്ന് പറയാറില്ലേ. എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ അധികാരമാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം കൽപ്പിച്ചത്. വാഴട്ടെ. ഇന്ന് കാണുന്ന ചില അദൃശ്യ ശക്തികളോ പൈശാചിക സ്വാധീനങ്ങളോ മാനുഷിക മേഖലകളുടെ മുൻപിൽ ഭയപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യനെ ഭൂമിയുടെ ആരംഭത്തിങ്കൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത് മത്സ്യങ്ങളുടെ മേൽ, പറവജാതിയിന്മേൽ, ഭൂമിയിലെ സകല മൃഗങ്ങളിന്മേൽ, ഇഴയുന്ന സകല ഇഴജന്തുവിന്മേലാണ് വാഴുവാൻ വേണ്ടിയാണ് ദൈവം കൽപ്പിച്ചത് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ വിളിച്ചത് വാഴുവാൻ വേണ്ടിയാണ്, ഭയപ്പെടാൻ വേണ്ടിയല്ല. ദൈവം നമ്മളെ വിളിച്ചത് സ്തോത്രം താഴുവാനല്ല, വാഴുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന മേഖലകൾക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കുകയും ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളായിരുന്നാൽ നിശ്ചയമായിട്ടും ആ ഒരു ആത്മീയ മേഖലയിലേക്ക് നമുക്ക് കയറി വരുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ആ വിഷയം, ആ ചിന്ത നമ്മൾ ഒരിക്കലും വിട്ടുകളയാതെ, ഭൂമിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഈ പറയുന്ന അവസ്ഥകളുടെ മേൽ വാഴുവാൻ വേണ്ടിയാണ്. എൻ്റെ അർത്ഥം, നമ്മുടെ മുകളിലല്ല ഒന്നും ദൈവം ഒഴികെ ബാക്കി ഇവിടെ കാണുന്നതെല്ലാം നമ്മുടെ താഴെയാണല്ലേ. അതല്ലേ ബൈബിൾ പറഞ്ഞത്, പാമ്പുകളെയും തോളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് അധികാരം, ഭൂമിയിലെ ഈ അവസ്ഥകളുടെ മേലെല്ലാം ചവിട്ടുവാനാണ് അല്ലേ. ഇതെല്ലാം നമ്മുടെ താഴെയാണ്. ദൈവം ഒഴികെ ബാക്കി എല്ലാം നമ്മുടെ കാലിൻ്റെ കീഴെ വരുന്നതാണ് അല്ലേ. ദൈവം നമുക്ക് ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണെങ്കിൽ ആ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവമക്കളായ നമ്മൾ സകലത്തെയും വാഴുവാൻ അവൻ നമുക്ക് അധികാരം നൽകിയിരിക്കും. അതുകൊണ്ട് ഭയപ്പെട്ടു പോകേണ്ട, പേടിച്ചു പോകരുത്. ദൈവത്തിൻ്റെ ക്രിയ നിശ്ചയമായി വെളിപ്പെട്ട് വരുവാൻ ഇടവരും. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുക. ദൈവകരുണയ്ക്കായി സ്തോത്രം. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളുടെ നടുവിലും പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം, അതിശയകരം പിന്നെയും ഞങ്ങൾക്കായി അവിടെ നിന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.